ഗുഡ് മോർണിംഗ്. 2025 ഫെബ്രുവരി 15 ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് വീടുകളിൽ എങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിയെടുത്ത തേങ്ങയുടെ ഭാഗങ്ങൾ ഞാനങ്ങളൊരു മിക്സിയിലേക്ക് ഇടുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 മുറി തേങ്ങ. അതിനുശേഷം അതിലേക്ക് അല്പം ജീരകം നിങ്ങൾ കണ്ടു, ഒരു പിടി ജീരകം അതിനുള്ളിലേക്ക് ഇട്ടു. ജീരകം അല്പം കൂടുതലുള്ളതിന് ടേസ്റ്റ് കൂടും എന്നതിനാൽ അല്പം കൂടെ ജീരകം അതിനുള്ളിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസ് കള്ളാണ്. വീണ്ടും ഒരു 4 ഉള്ളി കഷ്ണം പൊളിച്ചത്, നല്ല രീതിയിൽ ചെറിയ ഉള്ളി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്കായിട്ട് അതിനുശേഷം അല്പം കുത്തിരിച്ചോറ് അതിനുള്ളിലിട്ടു. അതിന് മുകളിലേക്ക് ഈ കാണുന്ന നമ്മുടെ രാവിലെ തന്നെ വാങ്ങിയ നല്ല കള്ളെന്ന് പറയുമ്പോൾ അത് നല്ല പനങ്കള്ള് തന്നെ നാട്ടിൽ തന്നെ കിട്ടിയതായിരിക്കണം. ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ട് നമ്മൾ അടിക്കുന്ന ഭാഗമാണിപ്പോൾ കാണുന്നത്. മിക്സിയിൽ ഇത് ആദ്യം ഒരു ഘട്ടം നമ്മൾ അടിച്ച് അത് പാകമായോ എന്ന് നോക്കും. ഏതാണ്ട് ഒരു അര മിനിറ്റോളം മിക്സി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കിയിട്ട് അതിൻ്റെ പാകം നമുക്ക് അറിയാൻ സാധിക്കും. ഇത് പാകം ആയില്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അത് അടച്ച് ഒന്നും കൂടെ അടിക്കുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്രീതിയുടെ ഡെയ്സി എന്ന പേരുള്ള എൻ്റെ ഭാര്യയുടെ പേരാണ്. എന്നാൽ ഈ മിക്സിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് പാകമായി. അങ്ങനെ കുഴമ്പ് രൂപത്തിലായ ഈ അടിച്ചെടുത്ത കൂട്ട് നമ്മൾ ഒരു വൃത്തിയുള്ള ഉണങ്ങിയ ചെരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനുള്ളിലേക്ക് വറുത്ത അരിപ്പൊടി നമ്മൾ 2 അളവ് ഈ പാത്രത്തിന് കോരിയിട്ടു. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോയോളം വരും. അത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. ഈ മിക്സിങ്ങിൽ നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. വെള്ളം ഇനി അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അവസാനം നമ്മൾ കുഴമ്പ് രൂപത്തിലായവന് ഫൈനൽ ഘട്ടത്തിൽ മാത്രമേ വെള്ളം ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കുഴച്ച് നല്ല ഖരരൂപത്തിലിരിക്കുന്ന ഇത് അല്പം ദ്രാവക രൂപത്തിലേക്ക് ആക്കേണ്ടത് ഒരാവശ്യമാണ്. നമുക്കിത് കല്ലിൽ ചുട്ടെടുക്കാനുള്ളതിനാണ് അല്പം ദ്രവരൂപത്തിൽ വേണം നമുക്കിതിനെ അവസാനമായി ചേർത്ത് വെക്കാൻ. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മിക്സിക്കുള്ളിൽ ഇരിക്കുന്ന പദാർത്ഥങ്ങളെല്ലാം കൂടെ അല്പം വെള്ളത്തിൽ കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ഇതിൽ ചേരാൻ കണക്കിന് ഇതുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്പം വെള്ളം അധികം എന്ന് തോന്നിയാൽ നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഏതാണ്ട് ദ്രവരൂപത്തിലായ ഈ കൂട്ടിനകത്തേക്ക് നമ്മൾ അല്പം പഞ്ചസാര ഇത് ഫെർമെൻറ്റ് ചെയ്യുന്നതിനും അല്പം ടേസ്റ്റ് കൂട്ടുന്നതിനുമായിട്ട് ഇതിലേക്കിട്ട് രാത്രിയിൽ ഇത് പുളിപ്പിക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. രാവിലെ ഇതെടുത്ത് ഇളക്കി ഒന്നും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഏതാണ്ട് നൂൽ പരുവാകുമ്പോൾ ഇത് ചൂടായ നമ്മുടെ കല്ലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം കുമിളകൾ പൊട്ടി വരുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. ഇത് ആവശ്യത്തിന് ഫെർമെൻ്റായി ഒളിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ കുമിളകൾ. അങ്ങനെ കുമിളകൾ വന്ന ഈ കള്ളപ്പം നമ്മൾ ഈ തവയിലേക്ക് തന്നെ ഏതാണ്ട് അല്പം മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടുന്നതാണ്. അത് കോരി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഈ തവയിൽ അല്പം തൂത്തതിന് ശേഷം വീണ്ടും അടുത്ത ട്രിപ്പ് നമ്മൾ ഇതിലേക്ക് കോരി ഒഴിക്കുന്നു. ഈ ചെറിയ തവയായതിനാൽ ഇതിനാൽ 4 കള്ളപ്പം നമുക്കൊരു സമയത്ത് ചൂടാൻ പറ്റും. അല്പം കൂടെ മുഴുപ്പുണ്ടെങ്കിൽ 6, 8 എന്നിങ്ങനെ നമുക്ക് അധികം ഒന്നിച്ച് ചൂടാവുന്ന വീട്ടിലെ ആവശ്യത്തിന് 4 എണ്ണം സാധാരണഗതിയിൽ ആവശ്യത്തിന് തികയുന്നതാണ്. അങ്ങനെ ചുട്ട് 2 സൈഡും മൊരിഞ്ഞ കള്ളപ്പങ്ങൾ നമ്മൾ ഒരു കാസറോളിലേക്ക് മാറ്റി ചൂട് കളയാതെ സൂക്ഷിച്ചാൽ രാവിലെ ഒരു 7:30 പൊടിച്ചുവിടുന്ന ഈ കള്ളപ്പങ്ങൾ നമുക്ക്
8-8:30 കഴിക്കാൻ പാകം ആവുന്നതാണ്. അങ്ങനെ കാസറോളിൽ നമ്മൾ സൂക്ഷിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൻ്റെ അംശം അടപ്പിലുണ്ടാവും. അതിനാൽ ഇത് അല്പനേരം തുറന്ന് തന്നെ വെക്കണം. പിന്നീട് നമ്മൾ അല്പം വായു സഞ്ചാരം കിട്ടത്തക്ക രീതിയിൽ ഇവനെ ചെരിച്ച് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് അല്പം കോഴിക്കറിയും കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സുഭിക്ഷമാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനാൽ രാവിലെ തന്നെ ഇന്നലെ വാങ്ങി വെച്ച കോഴി ഞങ്ങൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഈ കോഴിക്കറി ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ആണ്. ഇതിന് എരിവും ഉപ്പും ഒക്കെ ചേർക്കുന്ന മസാല എന്നിവ. എൻ്റെ വൈഫ് വളരെ എരിവ് കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുമക്കൾ വളരെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ലഹരി മണം കിട്ടിയതിനാൽ എല്ലാവരും അടുക്കളയിൽ തന്നെ വന്ന് കഴിക്കാനുള്ള തിരക്കിലാണ്. അവർ കഴിച്ചേച്ച് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയുന്നുണ്ട്. അവസാനമായി അല്പം പച്ച കറിവേപ്പില അതിന് മുകളിലേക്കിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. കോഴി കറി വെന്തതിൻ്റെ വാസന അടിച്ചതിനാൽ മക്കൾ ഓരോരുത്തരായി അടുക്കളയിലേക്ക് വന്നു തുടങ്ങി. ഇത് മൂത്ത മകൾ, അവൾ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പെട്ടെന്ന് തന്നെ കറികൾ വാങ്ങി അതിനുള്ളിലേക്ക് 2 കള്ളപ്പവും വെച്ച് അവൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവളുടെ പ്രതിഫലനം കാണാം. വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പത്തിന് മയം ഉണ്ടാകാനായിട്ട് തേങ്ങ നല്ലപോലെ ചേർക്കണം. അതുപോലെ നല്ല കള്ള് ആയിരിക്കണം. ഇപ്പോൾ 9 മണിയോടടുത്തു. ഞാൻ തന്നെ ഒരു ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ച് അതിന് മുന്നിലേക്ക് ഇരിക്കുകയാണ്. കള്ളപ്പവും കോഴിയിറച്ചി എന്ന് പറയുന്നത് ഒരു നല്ല കോമ്പിനേഷനാണ്. വളരെ രുചികരമായ കള്ളപ്പമാണ്. നല്ല മയമുണ്ട്. ആവശ്യത്തിന് പുളിപ്പും ഉപ്പും എല്ലാം ചേർന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാം വീടുകളിൽ എന്ന് വേണ്ടുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ച് തീർന്നത്. ഞാൻ പൂഞ്ഞാറ് കുര്യൻ. എൻ്റെ കുടുംബത്തിൽ ഞാൻ സാധാരണയായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഉണ്ടാക്കാറുണ്ട്. കള്ളപ്പത്തിന് കൂട്ടായിട്ട് കോഴിക്കറി വേണമെന്നില്ല. വേണമെങ്കിൽ പന്നിക്കറിയോ പോത്തുകറിയോ കടലക്കറിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 9:30 മണിയോടുകൂടി എൻ്റെ സ്വതീർത്ഥനായ ഒരു കള്ളുചെത്തുകാരൻ എൻ്റെ ഭവനത്തിൽ 1 ലിറ്റർ കള്ള് നല്ല മധുരമുള്ള പനങ്കല്ല് എത്തിച്ചു തരികയുണ്ടായി. 11 മണിയോടുകൂടി പനങ്കള്ളും അല്പം കോഴിയിറച്ചിയും കള്ളപ്പവും കൂടെ ഞാൻ ഒന്ന് ആസ്വദിച്ചാലോ എന്ന് തീരുമാനിച്ച് കഴിക്കുകയുണ്ടായി. ചുറ്റിലും എൻ്റെ കുഞ്ഞുമക്കളും എന്നോടുകൂടി ഭക്ഷിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യൻ.